നമുക്കിപ്പോൾ കൃഷിഭവനിൽ കുറേ കർഷകർ വരാറുണ്ട്. മെയിനായിട്ട് എപ്പോഴും പറയുന്ന പ്രശ്നം എന്ന് വെച്ചാൽ തെങ്ങ് പോയി, തെങ്ങിന് കൂമ്പ് ചീയൽ വന്നു, അല്ലെങ്കിൽ ചെള്ളിൻ്റെ ആക്രമണം വന്നു, ഇത്തരത്തിലുള്ള പല അസുഖങ്ങളും കീടങ്ങളും വന്ന് തെങ്ങ് നശിച്ചു പോയി. അപ്പോൾ എപ്പോഴും പറയാം, എപ്പോഴാണെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ കുറേ തെങ്ങുണ്ടായിരുന്നു, എന്നാൽ പോയത് ഈ നല്ല, ഇപ്പോൾ എനിക്ക് നല്ല തേങ്ങ കിട്ടുന്ന തെങ്ങ് തന്നെയാണ് കറക്റ്റായിട്ട് പോയിട്ടുണ്ടാവുക. അപ്പോൾ ഭയങ്കര സങ്കടമായിട്ട് പറയാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാന കാരണം എന്താ വെച്ചാൽ ഈ നല്ല ഈൽഡ് തരുന്ന കുറേ തരം തെങ്ങുകളുണ്ട്. ഇപ്പോൾ നമ്മുടെ നാടനായാലും അല്ലെങ്കിൽ അത്യുത്പാദന ശേഷിയുള്ള തെങ്ങുകളിലൊക്കെ ആയാൽ പോലും അതിൻ്റെ ഉള്ളിൽ തന്നെ വ്യത്യസ്ത ഇനം. ഇപ്പോൾ നമ്മളെ കുറ്റ്യാടി തെങ്ങിൽ തന്നെ ഏകദേശം ആവറേജ് ഒരു 50ൻ്റെ കുറവ് അല്ലെങ്കിൽ 60ൽ കുറവ് തേങ്ങ തരുന്ന വർഷത്തിൽ 60 കുറവ് തേങ്ങ തരുന്ന തെങ്ങുകളുണ്ട്. എന്നാൽ 60 മുതൽ 100 തേങ്ങ വരെയൊക്കെ കിട്ടുന്ന തെങ്ങുകളുണ്ടെന്ന് കർഷകർ പറയാറുണ്ട്. അപ്പം നമ്മൾ എന്താ വെച്ചാൽ ഈ വളപ്രയോഗം ചെയ്യുമ്പോഴും ഈ ഇങ്ങോട്ട് തരുന്നതിനനുസരിച്ചാണ് നമ്മൾ അപ്പോഴും അങ്ങോട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ആദ്യത്തെ വർഷങ്ങളിലൊക്കെ നമുക്ക് കൃത്യമായിട്ട് നമ്മളെ ശുപാർശ പ്രകാരമൊക്കെ വളം ചെയ്യാം. പക്ഷെ പിന്നീടുള്ള പ്രശ്നം എന്താ വെച്ചാൽ ചില തെങ്ങുകളുടെ ഒരു വെറൈറ്റൽ ക്യാരക്ടറാണ്. നമ്മൾ എത്ര കൊടുത്താലും ശരി അതിനൊരു കണക്കുണ്ട്, ഒരു 50 to 60 അതേ തരുള്ളൂ. അപ്പം അത്തരം തെങ്ങുകൾക്ക് നമ്മൾ ഒരുപാട് വളം പിന്നെ എക്സ്ട്രാ കൊടുത്തിട്ട് കാര്യമില്ല, കൊടുക്കേണ്ട കൃത്യമായിട്ടുള്ള അളവിലുള്ളത് നമുക്ക് കൊടുക്കാം. അപ്പോൾ അത് തന്നെ നിലനിർത്തി പോരാ. എന്നാൽ ചില തെങ്ങുകളുണ്ട് അതിനൊരു 70 മുതൽ 80, 90 തേങ്ങകളുണ്ട്. ആ തേങ്ങകൾക്കും നമ്മൾ ഈ പറഞ്ഞ മറ്റ് തെങ്ങിന് കൊടുക്കുന്ന പോലെ വളം കൊടുത്താൽ പോരാ. അപ്പോൾ കൂടുതൽ തരുന്ന ആളുകൾക്ക് നമ്മൾ കൃത്യമായിട്ട് കൂടുതൽ വളം തന്നെ കൊടുക്കേണ്ട ഒരാവശ്യമുണ്ട്. ഇപ്പോൾ നമ്മൾ ജനറലായിട്ട് പറയുകയാണെങ്കിൽ ഒരു തെങ്ങിന് ഇപ്പോൾ ഒരു വർഷം കൊടുക്കേണ്ടി വരിക നോർമലായിട്ട് ഒരു 700 ഗ്രാം യൂറിയ, ഏകദേശം ഒരു 1 കിലോ 1,200 നമ്മളെ രാജ്ഫോസ്, അതുപോലെ ഒരു 2 കിലോൻ്റെ ഒക്കെ ഒരു 1,500 to 2 കിലോൻ്റെ അടുത്ത് പൊട്ടാഷ്യം ഒക്കെയാണ് കൊടുക്കാൻ വേണ്ടി നോർമലി പറയുക. എന്നാൽ നമ്മൾ ഈ നല്ല ഉൽപ്പാദന ശേഷിയുള്ള തെങ്ങാണെങ്കിൽ നമ്മളിപ്പോൾ നോർമലി തന്നെ ജൈവവളം ഒരു 25 കിലോ ഒക്കെ കൊടുക്കണം എന്നാണ് പറയാം. അപ്പോൾ അത് കുറച്ച് നമുക്ക് കൂട്ടി കൊടുക്കാം ഈ നല്ല ഉൽപ്പാദന ശേഷിയുള്ള തെങ്ങുകൾക്ക്. അതുപോലെ തന്നെ നമ്മൾ യൂറിയ ഏകദേശം 1 കിലോ വേണ്ടി വരും. അതുപോലെ തന്നെ രാജ്ഫോസ് ഏകദേശം ഒരു 1,700. അതുപോലെ തന്നെ നമ്മളുടെ പൊട്ടാഷ്യം ഒരു 2-2.5 കിലോ വരെയൊക്കെ ഒരു തെങ്ങിന് വേണ്ടി വരും. ഈ നല്ല അത്യുൽപാദന തരുന്ന തെങ്ങുകളുടെ കാര്യമാണ് പറയുന്നത്. അതേപോലെ നമുക്കത് മറ്റു തെങ്ങുകളിൽ കുറച്ച് കുറവ് വരുത്തിയിട്ട് ഇവർക്ക് കൂടുതൽ കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതിലെന്തോ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ ഈ തെങ്ങുകൾക്ക് വരൾച്ച പ്രതിരോധ ശേഷി, അതുപോലെ രോഗപ്രതിരോധ ശേഷി ഇതൊക്കെ നൽകുന്നത് ഈ പൊട്ടാഷ് എന്ന് പറയുന്ന ഒരു മൂലകമാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ തേങ്ങ ഉണ്ടാവാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നതും ഈ പൊട്ടാഷ്യം എന്ന് പറയുന്ന മൂലകമാണ്. അപ്പോൾ കൂടുതൽ തേങ്ങ ഉണ്ടാവുന്ന തെങ്ങുകളിൽ ഈ കിട്ടുന്ന മൂലകങ്ങൾ കൂടുതലായിട്ടും അത് തേങ്ങയാക്കി മാറ്റാനുള്ള ഒരു ടെൻഡൻസി ആയിരിക്കും. അതിനു വേണ്ടി ഉപയോഗപ്പെടുത്തുമ്പോൾ നമ്മൾ പറയുന്ന വരൾച്ച പ്രതിരോധം, അതുപോലെ തന്നെ രോഗപ്രതിരോധം, ഈ 2 കാര്യങ്ങളും അവിടെ നടക്കാതെ വരും. അപ്പോൾ ഇത്തരം നല്ല ഉൽപ്പാദന ശേഷിയുള്ള തെങ്ങുകളിൽ പെട്ടെന്ന് രോഗ ആക്രമണങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് കൂടുതൽ വളം കൊടുത്തിട്ടില്ലെങ്കിൽ അത് പെട്ടെന്ന് രോഗകീടബാധകൾ വരും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ കൂടുതൽ വളം അതിന് കൊടുക്കാൻ പ്രത്യേകം ഇങ്ങനത്തെ തെങ്ങുകളെ നോട്ട് ചെയ്തിട്ട് അതിന് കൂടുതൽ വളം കൊടുക്കാൻ എപ്പോഴും കർഷകർ ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് തന്നെ എടുത്തു നോക്കിയാൽ അറിയാം, ഈ ബ്രോയിലർ കോഴിയും നാടൻ കോഴിയും തമ്മിലുള്ള ഒരു വ്യത്യാസം. ഇപ്പോൾ ബ്രോയിലർ കോഴിയിലാണെങ്കിൽ അതിന് കിട്ടുന്ന ഫുള്ള് ഫുഡും അത് നേരെ പ്രോട്ടീനായിട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെത്. അതുകൊണ്ട് തന്നെ അതിന് രോഗപ്രതിരോധ ശേഷി മറ്റു കാര്യങ്ങളൊക്കെ വളരെയധികം കുറവായിരിക്കും. അതേ ഒരവസ്ഥയാണ് ഈ തെങ്ങിൽ മാത്രമല്ല മറ്റു വൃക്ഷങ്ങളിലൊക്കെ അങ്ങനെ കാണാം. ഈ ജാതിയിലൊക്കെ വേനൽക്കാലത്ത് ഒരുപാട് കായ്ച്ചു നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ ചില കൊമ്പ് ഉണക്കും. അതിൻ്റെ സർവൈവലിനും വേണ്ടിയിട്ടാണ്. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, നമ്മളെപ്പോഴും ഈ ഒരു തെങ്ങ് ഏറ്റവും കൂടുതൽ വളം വലിച്ചെടുക്കുന്ന സമയം എപ്പോഴാണെന്ന് വെച്ചാൽ അതിൽ തേങ്ങ ഉള്ള സമയത്താണ്. ഈ തേങ്ങ വന്നു പിന്നീട് അത് ഇങ്ങനെ കുറേ കാലം നിൽക്കും തോറും അത്രയും വളമാണ് ഇത് വലിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ രോഗങ്ങളൊക്കെ കാണുകയാണെങ്കിൽ അപ്പോൾ ഏറ്റവും നല്ല കാര്യം, ഇപ്പോൾ കൂമ്പ് ചീയലോ അല്ലെങ്കിൽ മറ്റു രോഗങ്ങളോ കീടങ്ങളോ ഒക്കെ കാണുകയാണെങ്കിൽ രോഗങ്ങളൊക്കെ കാണുമ്പോൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ അതിലുള്ള കൊലകൾ വെട്ടിക്കളഞ്ഞ ശേഷം നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ കൂമ്പ് ചീയൽ വരിക അല്ലെങ്കിൽ അങ്ങനത്തെ വ്യത്യസ്തങ്ങളായിട്ടുള്ള അസുഖങ്ങളുണ്ട്, അത് വരുന്ന സമയത്ത് കൂമ്പ് ചീയലോ അല്ലെങ്കിൽ മറ്റു ഒരുപാട് രോഗങ്ങളുണ്ട്. അപ്പോൾ അത് വരുന്ന സമയത്ത് ആദ്യം തന്നെ ചെയ്യേണ്ടത് അതിൽ തെങ്ങിലുള്ള തേങ്ങകളൊക്കെ വെട്ടി ഒഴിവാക്കുക. അപ്പം തന്നെ തെങ്ങിന് ആ വളം എടുക്കുന്ന ഒരളവ് ഒരു പരിധി വരെ കുറയും. അതിന് നമുക്ക് ഏറ്റവും വലിയ എക്സാമ്പിളാണ് നമ്മൾ ഈ കരിക്കെടുക്കുന്ന കർഷകർ. ഒരിക്കൽ എടുത്തു കഴിഞ്ഞാൽ പിന്നീട് അവരെപ്പോഴും കരിക്കെടുക്കാനാണ്. കാരണം ഈ കരിക്കെടുക്കുമ്പോൾ തേങ്ങ കുറച്ചൊന്നാകുമ്പോഴേക്ക് നമ്മൾ വിട്ടു, അപ്പോൾ വീണ്ടും ഉണ്ടാവും. ഈ കരിക്കെടുക്കുമ്പോൾ തേങ്ങ ഉണ്ടാവുന്നതിൻ്റെ അളവ് തന്നെ കൂടുന്നത് നമുക്ക് എപ്പോഴും കാണാൻ പറ്റും. അതിൻ്റെ ഒരു പ്രധാന കാരണം ഇതാണ്. ഈ തേങ്ങ അതിൽ നിൽക്കും തോറും ഇത് ഈ വളങ്ങളെയൊക്കെ വലിച്ചെടുത്തുകൊണ്ട് നിൽക്കുക. ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യുന്ന ഈ തേങ്ങയാണ്. അപ്പോൾ അതെത്രയും പെട്ടെന്ന് മൂപ്പാകുമ്പോഴേക്ക് നമ്മൾ പറിക്കാൻ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ ഈ വളം നമുക്ക് കുറച്ച് ഒരു പരിധി വരെ ഇതാക്കി എടുക്കാൻ പറ്റും. പല വീടുകളിലും ഇപ്പോൾ തേങ്ങ കയറാൻ ആളെ കിട്ടാത്തതുകൊണ്ടും അല്ലെങ്കിൽ എണ്ണം കുറഞ്ഞുകൊണ്ടൊക്കെ എപ്പോഴേലും ഒക്കെ ഇക്കാര്യം വലിക്കുക. അപ്പോൾ കുറേ മൂപ്പായിട്ടും പിന്നെ അതിൽ നിൽക്കുന്ന തേങ്ങ ഉണ്ടാവും. അത് തെങ്ങിനൊരു ബേർഡനാണ്. അപ്പോൾ ഒരിക്കലും ആ ഒരു അവസ്ഥ ഉണ്ടാവരുത്.
കൃത്യമായിട്ട് സമയത്ത് വലിക്കുക, അല്ലെങ്കിൽ ഇളനീരിന് വലിക്കുക. ഇളനീരിന് വലിച്ചാൽ നമുക്ക് തേങ്ങിൻ്റെ എണ്ണ ഉണ്ടാകുന്നത് കൂട്ടിയെടുക്കാൻ പറ്റും.